നവംബർ മാസത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മരിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് എൻ്റെ ഫോണിൽ ഒരു കൊച്ചു വീഡിയോ അയച്ചു തന്നു. മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കുർബാന കഴിഞ്ഞ് ഒപ്പീസ് ചൊല്ലി ഇതേ സിമിത്തേരിയിൽ നിന്ന്, കല്ലറയിൽ നിന്ന് അച്ഛൻ ഇങ്ങനെ പോരാൻ തുടങ്ങുമ്പോൾ അവിടെ അച്ഛൻ ഇടവകയിൽപ്പെട്ട ഒരു ചേട്ടൻ കുർബാന കഴിഞ്ഞ് പള്ളിയിലെ പ്രാർത്ഥന കഴിഞ്ഞ് ഇദ്ദേഹം ഓടി ഈ കല്ലറയിങ്കിലേക്ക് ചെന്നു. ഇദ്ദേഹം കല്ലറയിങ്കിൽ ചെന്നിട്ട് കല്ലറയിങ്കിലെ ഓരോ കുഴിമാടത്തിൻ്റെ അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് കുമ്പിട്ട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് എല്ലാ കുഴിമാടത്തിൻ്റെ മുൻപിൽ കൂടെ ഇങ്ങനെ ഇദ്ദേഹം പ്രാർത്ഥിച്ചു കടന്നു പോവുകയാണ്. അപ്പോൾ അച്ഛൻ ഓർത്ത് ഇദ്ദേഹത്തിന് ഇതെന്നാ പറ്റി? ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ കുഴിമാടമാണെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ, അല്ലെങ്കിൽ കുടുംബക്കല്ലറയാണെങ്കിൽ ഒന്ന്, അല്ലെങ്കിൽ അടക്കിയിരിക്കുന്ന ഭാഗങ്ങളാണെങ്കിൽ എല്ലാ കുഴിമാടങ്ങളും ഇല്ലല്ലോ. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി അച്ഛൻ ഇങ്ങനെ കൗതുകത്തോടെ പുറത്ത് കാത്തു നിന്നു. ഏതാനും ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഇദ്ദേഹം എല്ലായിടത്തും പോയി പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ അച്ഛൻ ചോദിച്ചു, എന്താ ചേട്ടൻ ഇങ്ങനെ ചെയ്തത്? ഈ ചേട്ടൻ അവിടുത്തെ ഒരു കൊച്ചു കച്ചവടക്കാരൻ. അപ്പൊ ചേട്ടൻ പറഞ്ഞു, അച്ഛാ, കിടക്കണത് മുഴുവൻ എൻ്റെ കസ്റ്റമേഴ്സ് ആയിരുന്നു. അപ്പൊ കൊള്ളാം, അവർക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചതായിരിക്കും. അച്ഛാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ല, ഞാൻ ഓരോരുത്തരുടെ അടുത്തും പോയിട്ട് അതെ കച്ചവടത്തിന്റെ സമയത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ, എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണമെന്ന് എല്ലാവരുടെ അടുത്ത് പോയിട്ട് ഒരു സോറി പറഞ്ഞു പോയതായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദേ നിങ്ങളൊക്കെ അങ്ങ് മുകളിലുണ്ടാവുമല്ലോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനും വരാനുള്ള, അവിടെ വരുമ്പോൾ നമുക്ക് തടസ്സം ഉണ്ടാക്കുന്ന കാര്യമൊന്നും പറഞ്ഞേക്കരുത്. ഇവരെല്ലാവരും എൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു പോയവരായിരുന്നു. എൻ്റെ കടയിൽ വന്നവരാകാം, സാധനങ്ങൾ വാങ്ങിയവരാകാം, എന്നെങ്കിലുമൊക്കെ കണ്ട് പരിചയമുള്ളവരാകാം, പരിചയമില്ലാത്തവരുമാകാം. വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദേ മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, മരിച്ചവരോട് നമ്മൾ പ്രാർത്ഥിക്കണം. 2 കാര്യങ്ങൾ. ഒന്ന്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ, കുറവുകളെ ഒക്കെ പരിഹരിച്ച് സ്വർഗീയ ഭവനത്തിലേക്ക് അവരെ പ്രവേശിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒപ്പം തന്നെ ഈ മരിച്ചവര് സ്വർഗീയ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുക. അപ്പൊ അവരോട് പറഞ്ഞേക്കണം, ദേ നമ്മുടെ കുടുംബത്തിൽ മരിച്ചുപോയവരൊക്കെ സ്വർഗത്തിലുണ്ടാകും, അവരോട് പറഞ്ഞേക്കണം ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണം. നവംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ എത്തി നിൽക്കുമ്പോൾ ഈ 2 ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. ഈ കൊച്ചു കച്ചവടക്കാരൻ ചെയ്ത ഒരു കാര്യം, അതിലൊത്തിരി ദൈവികതയുണ്ട്. പരസ്പരം ക്ഷമിക്കുവാനും പൊറുക്കുവാനും പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരോട് തൻ്റെ ജീവിതം ഇനിയും മുൻപോട്ട് പോകുമ്പോൾ കൃപയിൽ നയിക്കപ്പെടുവാനും ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുവാൻ പാകത്തിന് നന്മ നിറഞ്ഞതാകുവാനും പ്രാർത്ഥിക്കണമെന്ന് മാധ്യസ്ഥം യാചിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ജീവിതത്തിൽ ഈ ഒരു കൊച്ചു ചിന്ത മനസ്സോട് ചേർത്ത് വെക്കുക. നമ്മൾ ഈ ശുശ്രൂഷയിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കും. ഒപ്പം അവരുടെ മാധ്യസ്ഥം കൂടെ നമ്മൾ യാചിക്കുകയാണ്. ഈ ലോക ജീവിതത്തിനപ്പുറം ഒരു സ്വർഗീയ ജീവിതമുണ്ട്. അതുകൊണ്ട് പ്രത്യാശയോടെ നന്മയുടെ സൽകൃത്യങ്ങളാൽ ജീവിതത്തെ പരിപോഷിപ്പിച്ച് മുന്നേറുവാൻ ഈ നവംബർ മാസത്തിൽ ദൈവം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതലായിട്ടടുത്ത് ആ സ്നേഹം കൂടെയുള്ളവർക്ക് പങ്കുവെച്ച് പ്രത്യാശയുടെ ഒരു ജീവിതം, ഈ ലോക ജീവിതത്തിനപ്പുറം സ്വർഗീയ ഭവനത്തിൽ തമ്പുരാനോട് ചേർന്നുള്ള ഒരു ജീവിതമുണ്ട് എന്നുള്ള പ്രത്യാശയിൽ ജീവിക്കുവാൻ പ്രിയമുള്ളവരെ ഈ നവംബർ മാസം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.